ഹായ് എവ്രി വൺ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണി തയ്യാറാക്കിയെടുത്താലോ? ഞാൻ ഈ ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് റോസ് ബ്രാൻഡിൻ്റെ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതായുടെ ബിരിയാണി പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചോറൊന്നും ഒട്ടിപ്പിടിച്ചിട്ടോ കുഴഞ്ഞു പോയിട്ടോ ഒന്നുമില്ല, നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ബിരിയാണി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 800 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 1/2 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂണോളം തന്നെ ഗരം മസാലയും 1.5 ടീസ്പൂണോളം ഉപ്പും 1 ടീസ്പൂണോളം നാരങ്ങാ നീരും കൂടെ ചേർത്ത് ഇനി നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. മസാലയെല്ലാം ചിക്കൻ പീസിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് അബ്സോർബായി വരണം. ഇതിങ്ങനെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുത്ത ശേഷം 1 മണിക്കൂറോളം ഒന്ന് മാറ്റി വെക്കണം. ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചൊന്ന് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് ഒരു 2 മീഡിയം സവാള വളരെ തിന്നായിട്ട് അരിഞ്ഞ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സവാള ഇനി ഗോൾഡൻ കളറായി തുടങ്ങുമ്പോഴേക്കും ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് സവാള കട്ട് ചെയ്യുമ്പോൾ എല്ലാം ഏകദേശം ഒരേ വലിപ്പത്തിലുള്ളതായിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. സവാളയുടെ ഗോൾഡൻ കളർ മാറി ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റണം, അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഞാനിവിടെ റോസ് ബ്രാൻഡിൻ്റെ കൈമ റൈസാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. 2 കപ്പോളം അരി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഏകദേശം ഒരു 1/2 മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്ത് വെക്കണം. അതിൽ കൂടുതൽ സമയം കുതിർത്ത് വെക്കാനും പാടില്ല. ഇനി കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സവാള ഫ്രൈ ചെയ്ത ഓയിലിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നട്ട്സും കിസ്മിസും ബിരിയാണിക്ക് ഓപ്ഷണലാണ്, ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഇനി ഒരു ബിരിയാണി പോട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഓയിൽ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂണോളം നെയ്യും ചേർത്തൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ചെറുതായി മുറിച്ചിട്ടുള്ള ഒരു 1.5 ഇഞ്ചോളം നീളമുള്ള കറുവപ്പട്ട, 4 ഗ്രാമ്പു, 3 ഏലക്കായ പൊട്ടിച്ചത്, 2-3 ബേ ലീഫ്, ഒരൽപ്പം ജാതിപത്രിയും 1 തക്കോലവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 പച്ചമുളക് നന്നായിട്ട് ചോപ്പ് ചെയ്തതും ചേർത്ത് സോട്ട് ചെയ്തെടുക്കാം. ഫ്ലെയിം മീഡിയം ടു ലോ ആയിട്ട് കീപ്പ് ചെയ്യണം കേട്ടോ ഈ സമയം, അല്ലാന്നുണ്ടെങ്കിൽ സ്പൈസസ് ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 3 സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് സവാളയൊക്കെ ട്രാൻസ്പെറൻ്റായി വരുന്നത് വരേക്കും സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂണോളം ഗരം മസാലയും 1 ടീസ്പൂണോളം തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ സോട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു റോ സ്മെല്ല് മാറുന്നത് വരേക്കും ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ദാ മസാലയുടെ ആ ഒരു റോ സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട്. ഞാനിതിലേക്ക് ഈ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ച ശേഷം ഇങ്ങനെ ബിരിയാണി തയ്യാറാക്കി എടുക്കുമ്പം ആ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ മസാലയുടെ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഇറങ്ങിയിട്ട് ചിക്കൻ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് ഹൈ ആക്കിയതിന് ശേഷം 2-3 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ. ചിക്കനും മസാലയും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു 10-15 മിനിറ്റിനകത്ത് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പാകത്തിന് വെന്ത് കിട്ടും. ആ ഒരു സമയത്ത് തന്നെ നമുക്ക് റൈസും കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 2 കപ്പ് അരിക്ക് 2.25 കപ്പ് വെള്ളമാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ 4 ഗ്രാമ്പു, 2 ഏലക്ക പൊട്ടിച്ചത്, 2 ചെറിയ പീസ് പട്ട, നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സവാളയിൽ നിന്നും 1 ടീസ്പൂണോളം സവാളയും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂണോളം ലൈം ജ്യൂസും അതുപോലെ തന്നെ 1.5 ടീസ്പൂണോളം ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ദം ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലത് കൈമ റൈസ് എടുക്കുന്നത് തന്നെയാണ്. ഈ അരി ഇനി തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും നമുക്കിത് മീഡിയം ഫ്ലെയിമിലോട്ടൊന്ന് മാറ്റാം.
ഏകദേശം ഒരു 75-80% അരി വെന്ത് കിട്ടിയാൽ മതി. ബാക്കി ദം ചെയ്യുമ്പോൾ വെന്ത് കിട്ടിക്കോളും. തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊരു 2-3 മിനിറ്റൊക്കെ കൊണ്ട് തന്നെ വെന്ത് കിട്ടിക്കോളും. ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുത്താൽ മാത്രം മതിയാവും. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം ഞാനിതാ മൂടി വയ്ക്കുവാണ്. ഇപ്പോൾ ഒരു 1-2 മിനിറ്റൊക്കെ തന്നെ ആയിട്ടുണ്ട്. ഈ സമയം ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അല്പം വെള്ളവും കൂടെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ ആ സമയം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിതിപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റിയിട്ടുണ്ട്. നമുക്ക് പാകത്തിനുള്ള വേവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. വെള്ളം വറ്റി കഴിയുന്ന ഉടനെ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുമ്പോൾ റൈസ് ഒട്ടും കട്ട പിടിച്ച് പോവേയില്ല, ഒട്ടും ഡ്രൈ ആയി പോകത്തുമില്ല. റൈസിന് എപ്പോഴും നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചിക്കനും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഈ ഗ്രേവി കുറച്ച് മാറ്റേണ്ടതായിട്ടുണ്ട്. നമുക്ക് ടോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനാണ്. ഇതിൽ നിന്നും ഒരു ചെറിയൊരു ബൗൾ ഗ്രേവി മാത്രമേ ഞാൻ മാറ്റുന്നുള്ളൂ. അത്യാവശ്യം ഗ്രേവി ചിക്കനിൽ വേണം. ചിക്കൻ പാകത്തിന് വെന്ത് വരുമ്പോഴേക്കും ഗ്രേവി ഒട്ടുമില്ല എന്നുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളം കൂടി ചേർത്ത് ഒരല്പം ഗ്രേവി ആക്കിയതിന് ശേഷം മാത്രം ദം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിന് മുകളിലായിട്ട് അല്പം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പുതിനയില, നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സവാളയിൽ നിന്നും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് അല്പം മല്ലിയിലയും മീഡിയം സൈസിലുള്ള 2 തക്കാളി നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇങ്ങനെ അരിഞ്ഞ് ചേർക്കുമ്പോൾ ദം ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി തയ്യാറാക്കി വെച്ചിട്ടുള്ള റൈസ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. പുതിനയില, തക്കാളി ഇതൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും റൈസിനകത്തേക്ക് ഒരുപാട് വെള്ളം കയറില്ല കേട്ടോ. ചിക്കൻ്റെ ഗ്രേവി ഒരുപാട് റൈസ് വലിച്ചെടുക്കില്ല. ചിക്കൻ ആ ഒരു ഗ്രേവിയിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. റൈസ് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതിൻ്റെ ഒരു ടോപ്പിംഗ് ഒക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ആദ്യം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സവാളയാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ക്യാരറ്റ് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. ക്യാരറ്റ് ഓപ്ഷണലാണ് കേട്ടോ. ഇനി ഇതിന് മുകളിലേക്കായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില, അതുപോലെ തന്നെ പുതിനയില, പിന്നീട് നമ്മൾ നേരത്തെ ചിക്കനിൽ നിന്നും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഗ്രേവി അതുകൂടെ ചേർത്ത് കൊടുക്കണം. മൊത്തത്തിലൊന്ന് ചുറ്റിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർക്കുമ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നാലും ഒരുപാട് കൂടി പോകാൻ പാടില്ല. 2 ടേബിൾ സ്പൂണൊക്കെ തന്നെയാണ് മാക്സിമം. അവസാനമായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് നേരത്തെ തന്നെ നെയ്യിൽ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കാഷ്യൂനട്ടും കിസ്മിസും ആണ് കേട്ടോ. ഇനി ഇത് മൂടി വെച്ച് നമുക്കൊന്ന് ദം ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റവിൻ്റെ ഏറ്റവും ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ദം ചെയ്തെടുക്കാൻ. ഒട്ടും തന്നെ ആവി പുറത്ത് വരാത്ത രീതിയിൽ പാത്രം ടൈറ്റായി അടച്ചു വെച്ചതിന് ശേഷം ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റോളം നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. ഞാനിതാ ഇപ്പോൾ ദം ചെയ്തെടുത്തിട്ടുണ്ട്. ദം ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും അങ്ങനെ തന്നെ ഇരിക്കാനൊന്ന് ശ്രദ്ധിക്കണം. ഞാനിതിവിടെ ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട്. ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ റൈസ് ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റുന്നില്ല. ഈ ബിരിയാണി പോട്ടിൽ തന്നെ ഞാൻ മിക്സ് ചെയ്തെടുക്കുവാണ്. ഞാൻ ഈ ബിരിയാണിയിലേക്ക് പ്രത്യേകിച്ച് എസൻസോ ഫ്ലേവറോ ഒന്നും ചേർത്തിട്ടില്ല. എങ്കിൽ പോലും നല്ല പെർഫെക്റ്റ് ബിരിയാണിയുടെ മണം വരുന്നുണ്ട്. ഇനി ഈ റൈസും മസാലയൊക്കെ ചേർത്ത് അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിതാ ഇതിപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും അല്പം പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ബിരിയാണിയൊക്കെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് പോലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള അളവുകൾ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഈ ചിക്കൻ ബിരിയാണിയുടെ ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ആവശ്യമുള്ളവർ കയറി ചെക്ക് ചെയ്തോളൂ. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ.